ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സീഡ് പോഡ് മഴ സമയത്ത് നമ്മുടെ സീഡ് പോഡിനകത്ത് സീഡിന് ഉണ്ടാകുന്നൊരു വ്യത്യാസവും കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാണുന്ന ചെറിയൊരു പാത്രത്തിൽ നട്ടിരുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല ഹൈറ്റ് പോയിട്ടാണ്. എൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിലത്തെ ഫസ്റ്റ് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സീഡാണ് കേട്ടോ ഇത്. 4 എണ്ണമാണ് സീഡ് എനിക്ക് കിട്ടിയത്. അപ്പം ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടില്ല. അതിന് മുമ്പ് മഴ പെയ്തപ്പോൾ ആ വെള്ളം നിന്നിട്ട് ഇതാ കണ്ടത് അങ്ങ് കുതിർന്ന് ഒരു വശമൊക്കെ ചീത്തയായി വരുന്നു. ഇതാ കാണുന്ന ഇതിനകത്തുണ്ടായിരുന്നത് നല്ല ഇങ്ങനെ ഒരു സൈഡ് ചീത്തയായി വരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ സീഡ് വാങ്ങിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത് നല്ല ഉണങ്ങിയിട്ട് കുറച്ച് നാളെങ്കിലും അവരുടെ കയ്യിലിരിക്കുന്ന സാധനമായതുകൊണ്ട് ഇരിക്കും തോറും അതിന് കട്ടി കൂടും. അപ്പോൾ നമ്മളതൊരു സൈഡ് ഇങ്ങനെ ഉരച്ചിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. വെള്ളത്തിലിട്ട് വെച്ച് ഡെയിലി ആ വെള്ളം മാറി കൊടുത്ത് പുതിയ ഇലകളൊക്കെ വന്ന് അതിനകത്ത് ഇങ്ങനെ റൂട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നട്ടു കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലീലയുടെ സീഡ് പോഡിനകത്തുനിന്ന് ഇങ്ങനെ മഴ സമയത്ത് സീഡ് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. സീഡ് പോഡിൽ തന്നെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഇങ്ങനെ കിളിർക്കും. ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയില്ല. ഉണങ്ങണതിന് മുമ്പേ ഉള്ള മഴയ്ക്ക് ഇത് കണ്ടോ ഇങ്ങനെ കുതിർന്ന് നിൽക്കുമായിരുന്നു. ഒരു സൈഡിൽ ഇങ്ങനെ ചീത്തയായി തുടങ്ങി. ഇതെന്തായാലും ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സീഡ് കിട്ടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് താമരകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സീഡിനെ എടുത്ത് മാറ്റി വെക്കണേ. അല്ലാതെ അതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് മറ്റ് പാത്രങ്ങളിലെങ്ങാനും പോയി വീഴുവാണെങ്കിൽ ഒന്നെങ്കിൽ അതേ ഫ്ലവർ തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമുള്ള പൂക്കളൊക്കെ ആയിരിക്കും ആ സീഡിന് കിട്ടുന്നതിനകത്ത് ഉണ്ടാവുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാനൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉള്ള സമയം കിട്ടാറുണ്ട്. എന്തായാലും ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. വന്നോ പിടിച്ചോ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തതൊരു വീഡിയോ ആയിട്ടൊക്കെ തന്നെ ചെയ്തു തരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.